കൺമണിയുടെയും ദേവയുടെയും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് ഇനി കടന്നു വരുന്നത്. അതെ, കൺമണിയും ദേവയും വിവാഹിതരാകുന്നു. അതും വളരെ യാദൃശ്ചികമായി തന്നെ. കൺമണിയുടെ വിവാഹം മുടക്കാൻ ദേവയുടെ ഏട്ടത്തിമാർ ഒരുക്കുന്ന കുതന്ത്രങ്ങൾ വിജയിക്കുകയാണ്. അവിടെ വെച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ദേവയെ മനസ്സിൽ സ്വപ്നം കണ്ട് വേറൊരാൾക്ക് മുൻപിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന കൺമണിയുടെ വിവാഹം അവർ കാരണം മുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവയ്ക്ക് കൺമണിയോടുള്ള പറയാൻ പറ്റാതെ മനസ്സിലടക്കി വെച്ചിരുന്ന പ്രണയവും സഹതാപവും സ്നേഹവും എല്ലാം കൂടെ ചേരുമ്പോൾ അവിടെ വെച്ച് കല്യാണം മുടങ്ങിപ്പോയ കൺമണിയുടെ കഴുത്തിൽ ദേവ താലി കെട്ടി കൺമണിയെ തൻ്റെ സ്വന്തം ഭാര്യയാക്കുകയാണ്. അതെ, കൺമണി വിവാഹം ഉടനെ തന്നെ നടക്കുന്നു. ദേവയും കൺമണിയും ഉടനെ തന്നെ വിവാഹിതരാവുകയാണ്. കൺമണിയുടെ ഇപ്പോഴത്തെ വിവാഹം, നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം കള്ളത്തരത്തിലൂടെ ദേവയുടെ ഏട്ടത്തിമാർ പൊളിച്ചെടുക്കുമ്പോൾ അവിടെ അവർക്കും മേലെയുള്ള കരുക്കൾ നീക്കി കൺമണിയെ തൻ്റെ ജീവിത സഖിയാക്കുകയാണ് ദേവ. അത് എല്ലാവരും ആദ്യം തടസ്സം പറയുന്നുണ്ടെങ്കിലും അതിന് കാരണങ്ങൾ പറയുകയാണ്. ഇവളെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. മധുരിമയേക്കാൾ എത്രയോ നല്ലവളാണ് ഇവളെന്ന് ഞാൻ എൻ്റെ ഒരുപാട് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവളെ എൻ്റെ ഭാര്യയാക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ സുഖവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം, ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്നും അത് പലർക്കുമുള്ള തിരിച്ചടിയായിരിക്കുമെന്നും ദേവ എല്ലാവരുടെ അടുത്തും തുറന്നടിക്കുകയാണ്. അങ്ങനെ കൺമണിയുടെ ആഗ്രഹം പോലെ ദേവ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ്. എന്തായാലും കൺമണിയും ദേവയും പ്രണയത്തിലാകുമെന്നും അതുപോലെ തന്നെ അവർ വിവാഹിതരാകുമെന്നും ഉറപ്പ് തന്നെയാണ്. മധുരിമയുമായുള്ള ബന്ധം ഉടനെ തന്നെ ദേവയുടെയും മധുരിമയുടെയും പ്രണയബന്ധം ഉടനെ തന്നെ അവസാനിക്കുമെന്നുള്ളതും വളരെ ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടുകൂടി കൺമണിയും ദേവയും പ്രണയത്തിലായി അവർ വിവാഹിതരാകുകയും ചെയ്യുന്നു. ആ നിമിഷം ഉടനെ